എല്ലാവരും പറഞ്ഞ ചാതുർവർണ്ണയാണ് കുഴപ്പമുണ്ടാക്കിയത്. ചാതുർവർണ്ണ ഇന്നേ വരെ നടപ്പിലായിട്ടില്ല. ഈ ലോകത്തിൽ ചാതുർവർണ്ണ നടപ്പിലായിട്ടില്ല. ചാതുർവർണ്ണ നടപ്പിലായെങ്കിൽ പോറ്റി എന്ത് മുക്കില്ലായിരുന്നു, ഭഗവാന്റെ സ്വർണ്ണം അടിച്ചിട്ട് പോകുന്നില്ലായിരുന്നു. ചാതുർവർണ്ണ നടപ്പിലായെങ്കിൽ പിന്നെന്താ, കൊട്ടാരക്കരയില് നമ്പൂതിരി എന്ത് ചെയ്യില്ലായിരുന്നു, ബംഗാളിയെ കൊണ്ട് ഇലയൊക്കെ ഉണ്ടാക്കത്തില്ലായിരുന്നു. ചാതുർവർണ്ണ നടപ്പിലായെങ്കിൽ മനസ്സിലായില്ലേ? എന്താ ചാതുർവർണ്ണ്യം? ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണഭാവ വിഭാഗശക. എന്റെ ഗുണം കൊണ്ട് ഞാൻ ബ്രാഹ്മണനായിക്കൊള്ളണം, എന്റെ ഗുണം കൊണ്ട് ഞാൻ ക്ഷത്രിയനായിക്കൊള്ളണം, എന്റെ ഗുണം കൊണ്ട് ഞാൻ വൈശ്യനും, എന്റെ ഗുണം കൊണ്ട് ഞാൻ ശൂദ്രനുമാകണം. അതാണ് ചാതുർവർണ്ണ്യം അല്ലേ? ചാതുർവർണ്ണ്യം നടപ്പിലായിട്ടില്ല. ചാതുർവർണ്ണത്തിന്റെ ലക്ഷണമാണ് ഈ പറയുന്ന ദ്രോണര്. ദ്രോണര് ജന്മനാൽ ആരായിരുന്നു? ബ്രാഹ്മണനായിരുന്നു. മരിക്കുന്നത് എങ്ങനെയാ? ക്ഷത്രിയനായിട്ട്. എന്ത് ചെയ്ത? യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. ആ ക്ഷത്രിയ അയാളെ കൊന്നവനാണ് ആര്? ദൃഷ്ടദ്യുമ്നൻ. ഗുരുനാഥനെയാ കൊന്നത്. ചെന്ന് അവസാന സമയവും ദ്രോണന് യുദ്ധം നിൽക്കുക. തന്റെ മകൻ മരിച്ചുപോയി എന്ന കള്ളമാര് പറഞ്ഞു? യുധിഷ്ഠിരൻ പറഞ്ഞല്ലോ. അതുപോലും കേട്ടിട്ട് അമ്പും വില്ലും താഴെ വെക്കാതെ യുദ്ധം ചെയ്തു കൊടുക്കാൻ ദ്രോണരുടെ മുന്നിലേക്ക് ചാടി ചെല്ലുകയാണ്. സപ്തർഷികൾ വരുന്നു. എന്നിട്ട് പറയാ, ദ്രോണരെ അങ്ങ് ജനിച്ചത് ബ്രാഹ്മണനായിട്ടാണ്, ഇപ്പൊ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ക്ഷത്രിയ പ്രവൃത്തിയാണ്. അതുകൊണ്ട് ഈ ജന്മത്തിൽ അങ്ങേക്ക് മോക്ഷമില്ല, അടുത്ത ജന്മത്തിലെങ്കിലും മോക്ഷം കിട്ടണമെങ്കിൽ അല്പസമയമേ ഉള്ളൂ, ഇരുന്ന് ഗായത്രി ജപിച്ചോളാൻ പറയും. അപ്പൊ നമ്മൾ ജപിച്ചില്ലേ? എനിക്ക് വലിയ വിഷമം തോന്നി. കാരണം പണ്ട് ഈ ഗായത്രി ജപിക്കാൻ സമ്മതിക്കുന്നില്ല, ചെവിയിലായിട്ട് ഒരുക്കി ഒഴിക്കുന്ന വലിയ സമരം തന്നാണ് നമ്മുടെ കേരളം. ഇന്നിപ്പോ ജപിക്കാൻ അവസരം കിട്ടിയിട്ട് ആരും ജപിക്കത്തില്ല. എന്താ ചെയ്യാത്തത്? നിങ്ങൾക്ക് നേരിട്ട് ജപിക്കാം, നേരിട്ട് നെയ്യൊഴിക്കാം, നേരിട്ട് പൂജയിൽ പങ്കെടുക്കാം. ഇതൊക്കെ പറ്റിയാലും ആരും പങ്കെടുക്കത്തില്ല. പണ്ടെന്തായിരുന്നു? ഇത് പറ്റില്ലെന്നുള്ള പ്രശ്നമായിരുന്നു. ഇപ്പൊ എന്തുണ്ടോ? സംസ്കൃതം ഞങ്ങൾക്ക് അറിയത്തില്ല, അതുകൊണ്ട് പഠിക്കുന്നത് സംസ്കൃതത്തിലാണോ? എല്ലാം മലയാളത്തില്. ഇതൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ടോ? ഇപ്പൊ അപ്പൊ എന്താ? പഠിക്കുക എന്നുള്ളതല്ല, വിമർശിക്കുക എന്നുള്ളതാണ് കാര്യം. നോക്കൂ, അതുകൊണ്ട് ഇത്രയും ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ട, നിങ്ങൾ നോക്കുകയാണെങ്കിൽ 9:30 ഹോമത്തിന് നമ്മൾ എഴുന്നേറ്റം 11:30. അത്രയും സമയവും കൃത്യമായ ഹോമദ്രവ്യം നമുക്ക് ലഭിച്ചതുകൊണ്ട് അത്രയും സമയം ഹോമിക്കാൻ വളരെ ഭംഗിയായി സാധിച്ചു. എല്ലാവർക്കും നെയ്യൊഴിക്കാൻ സാധിച്ചു, നെയ്യ് നമുക്ക് ദ്രവ്യമായി ലഭിച്ചു. ഇനി നമുക്കിത് ഇങ്ങനൊരു ഹോമം ലഭിക്കണമെങ്കിൽ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എപ്പോഴെങ്കിലും. ഇനി വരാൻ പോകുന്ന ചടങ്ങുകളൊക്കെ ഇതാണ്. നാളെ നവാക്ഷരി ഹോമം. നവാക്ഷരി വെറുതെ നിങ്ങൾക്ക് കുങ്കുമം തരികയായിരിക്കില്ല, കലശമായി കെട്ടിവെക്കും. ആ കലശത്തെയാണ് പൂരിക്കുക. അത് കഴിഞ്ഞ് ആ മന്ത്രം കൊണ്ട് തന്നെ നവധാന്യങ്ങളും തമതയും നെയ്യും ഹോമിക്കും. അതിന്റെ സംഭാസ്പർശം ചെയ്ത കുങ്കുമം നിങ്ങൾക്ക് ലഭിക്കും. ഒരു വർഷം വീട്ടിൽ കൊണ്ടുപോയി വളരെ കുറച്ച് നമുക്കത് കൊടുത്ത് ഈശ്വരാണെങ്കിൽ ഉറപ്പായി ലഭിക്കും എന്നാണ് ആചാര്യമതം. ഇത്തരം ചടങ്ങുകൾ ഇനി ലഭിക്കാൻ അവസരം കുറവാണ്. അതുകൊണ്ട് കഴിയുന്നവരെ ഈ അവസരത്തിൽ ഉപയോഗിക്കാതിരിക്കട്ടെ. അങ്ങനെ ഗായത്രി ജപിച്ചുകൊണ്ടിരിക്കുന്ന ദ്രോണന്റെ മുമ്പിലേക്ക് ഓടി ചെല്ലുകയാണ് ദൃഷ്ടദ്യുമ്നൻ. അതിന് പറയുന്നത്, കൊല്ലരുതേ കൊല്ലരുതേ, ഗുരുനാഥൻ പോകാൻ പോകുന്നു. കൊല്ലരുന്ന് കേൾക്കാതെ തന്റെ അച്ഛനെ കൊല്ലാൻ കൂട്ടുന്നു എന്ന് വിചാരിച്ചിട്ട് നേരെ ചെന്ന് ചവിട്ടി താഴെയിട്ട് നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ട് വാളുകൊണ്ട് കടുത്തു വെട്ടിയെടുത്ത് തലയെടുത്ത് മുകളിലേക്ക് എറിഞ്ഞു. അവൻ മോശക്കാരനാണോ? അവൻ മരിക്കേണ്ടവനല്ലേ? ഇങ്ങനെയുള്ള അനവധി ആൾക്കാരുണ്ട് ഈ കുടീരത്തില്. അതുകൊണ്ട് അവനെയൊക്കെ കൊല്ലണമെന്ന് വിചാരിച്ചിട്ട് ഭഗവാൻ അശ്വത്ഥമാവ് ദൃഷ്ടദ്യുമ്നനെ കൊല്ലുന്നതിനെ അറിയുമോ? നേരെ ചെന്ന് ഉറങ്ങിക്കിടന്നതിനെ തട്ടി ഉണർത്തി എഴുന്നേൽക്കടാന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ ആയുധം കൊണ്ട് കൊല്ലുന്നില്ല, ആയുധം കൊണ്ട് കൊന്നാൽ ക്ഷത്രിയനായി നിനക്ക് മോക്ഷം കിട്ടും. അതുകൊണ്ട് നിന്നെ ഞാൻ ആയുധം കൊണ്ട് കൊല്ലില്ല എന്ന് പറഞ്ഞ് കഴുത്തിൽ ചവിട്ടി മുറുക്കി ശ്വാസമുട്ടിച്ച കൊല്ലുക. അങ്ങനെ 19-ാം ദിവസം പ്രഭാതമാകുമ്പോ 5 പാണ്ഡവരും ഭഗവാനും കൃതനും കൃതവർമാവും അശ്വത്ഥാമാവും ഒഴിച്ച് ബാക്കി എല്ലാവരും ഭരിച്ചു. ഭഗവാൻ അവിടെ ഇനിയും ഉദാഹരണം, 1,16,000 ഭാര്യമാരായിരുന്നല്ലോ. അതിൽ 1,68,000 പുത്രന്മാർ. ഒരു ഭാര്യയും 10 പുത്രന്മാർ വെച്ചു. അതിൽ ഏകദേശം എല്ലാത്തിനെയും കൊന്നിട്ടാ പോവാ ഭഗവാൻ പോകുമ്പോഴേ. പുത്രന്മാരെ കൊല്ലായിരുന്നോ? ഭഗവാൻ വിചാരിക്കാണ്, എന്റെ ഐശ്വര്യം കൊണ്ട് ഇവന്മാരെല്ലാം എന്തായിപ്പോയി? അധർമ്മികളായിപ്പോയി. ഞാൻ വന്നത് ധർമ്മം രക്ഷിക്കാനാണ്. ഇവരെ ഈ ഭൂമിയിൽ വെച്ചിട്ട് പോയാൽ നന്നാവില്ല, അതുകൊണ്ട് ഇവരെയും കൊല്ലണം തീരുമാനിച്ചിട്ട് ശാപം ഭഗവാന്റെ സങ്കല്പം കൊണ്ട് ഉണ്ടാക്കിയിട്ട് കൊല്ലുക അവരെയൊക്കെ. ഭഗവാൻ ആരുടെ കൂടെയായിരുന്നു? മക്കളുടെ കൂടെയായിരുന്നു? ഇല്ല, ധർമ്മത്തിന്റെ കൂടെ. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണനെ എന്ന് വിളിച്ചത് ശ്രീകൃഷ്ണ പരമാത്മാവ് എന്ന് വിളിച്ചത്. അതുകൊണ്ടാണ് ഇവിടെ കൃഷ്ണൻ എന്തുകൊണ്ട് ഇങ്ങനെ ജനിച്ചു, കൃഷ്ണൻ കൂടെ നിന്നിട്ടൊക്കെ മനസ്സിലായോ? എന്തിനാണ്? ധർമ്മത്തെ രക്ഷിക്കാൻ ഭഗവാൻ അവതരിച്ചു.
ആ അവതാര സ്വരൂപത്തിൽ ഭഗവാൻ എന്ത് ചെയ്തു? ഒരു കാര്യം കൂടി പറയുകയാണ്. ധർമ്മം എന്താണ്? എന്താ ധർമ്മം? ശ്രൂയതാം ധർമ്മ സർവസ്വം ശ്രുത്വാ ചൈവ വിചാരിതാം ആത്മവത് പ്രതികൂലാനി പരേഷാന്ന സമാചരേത്. ശ്രൂയതാം ധർമ്മ സർവസ്വം, ഒരു കാര്യത്തെ കുറിച്ച് കേട്ടിട്ട് ശ്രുത്വാ ചൈവ വിചാരിതാം, അതിനെ കുറിച്ച് മനസ്സിലാക്കി ആത്മവത് പ്രതികൂലാനി, എനിക്ക് ദോഷമുള്ളത് ഞാൻ എന്നോട് ചെയ്യാത്തത് പോലെ മറ്റുള്ളവരോട് ചെയ്യാതിരിക്കലാണ് ധർമ്മം. എനിക്ക് ബോധമുള്ളപ്പോൾ ഞാൻ എന്നോട് എന്തെങ്കിലും ദോഷം ചെയ്യുമോ? എന്റെ ശരീരത്തിനോട് ബോധമില്ലാത്തപ്പോൾ ചെയ്യുമായിരിക്കാം. അതുപോലെ മറ്റുള്ളവരോടും ദ്രോഹം ചെയ്യാതിരിക്കലാണ്, ലളിതമായി പറഞ്ഞാൽ അന്യരെ ഉപദ്രവിക്കാതിരിക്കലാണ് എന്ത്? ധർമ്മം. നമ്മുടെ പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാതിരിക്കലാണ് ധർമ്മം. വെള്ളം പിടിക്കും. നിങ്ങൾ ചോദിച്ചിട്ട് മുന്നില്ലെങ്കിൽ നരകത്തിൽ പോകുകയാണ്. ധർമ്മശ്രീ നരകസ്വർഗവും പറയും. അപ്പോ ഈ ധർമ്മത്തിന്റെ സ്ഥിതി അനുസരിച്ച് ലോകം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജനനി, ജഡരേശയനം. അതല്ലേ നമ്മൾ കലിയുഗം എന്ന് പറഞ്ഞല്ലേ? എത്ര യുഗമുണ്ട് നമുക്ക്? 4. ഏതൊക്കെയാണ്? ആദ്യത്തത് സത്യയുഗം അല്ലെങ്കിൽ കൃതയുഗം. രണ്ടാമത്തത് അങ്ങനെ കഴിഞ്ഞു ത്രേതായുഗം. ആര് കാലഘട്ടമാണ്? ഇങ്ങനെ ഓർത്താൽ മതി. രാമന്റെ കാലഘട്ടം ത്രേതായുഗം. എന്നത് കൃഷ്ണന്റെ കാലഘട്ടം. ഇപ്പോ എത്ര വർഷമായി കലിയുഗം? 5000 കഴിഞ്ഞു. 5125 കഴിഞ്ഞു. 26ലേക്ക് കിടക്കുക അല്ലേ? എത്ര ഉണ്ട് കലിയുഗം? എത്ര യുഗങ്ങളുള്ളത്? 4 എണ്ണമാണല്ലോ. എത്ര യുഗം ചേരുന്നതാണ് ഒരു മന്വന്തരം? പഠിച്ചില്ലേ നമ്മള്? 71 ചതുർയുഗം ചേരുമ്പോ മന്വന്തരം, 14 മന്വന്തരം ചേരുമ്പോ ബ്രഹ്മാവിന് പകൽ. ആ കാലത്ത് എന്ത് വിളിച്ചു? പ്രളയകാലം. ഇത് കഴിഞ്ഞ തവണ 3 തവണ 6 തവണ ഞാൻ തന്നെ എടുത്ത് പറഞ്ഞതാണ്. ഏത് ഭാഗവത്തില്? 3-ാം സ്കന്ധത്തില് വിതുര മൈത്രേയ സംവാദത്തില് വിതുരൻ മൈത്രേയന് വിതുരന് പറഞ്ഞു കൊടുക്കുന്നു കാലക്രമം. 2 താമരേതലുകൾ ചേർത്ത് പിടിച്ച് ശക്തിയുള്ള പുരുഷൻ ഊണിക്കുത്തിയ താമരേതലുകൾ തുളച്ച് സൂചി താഴെ